ഇനി അദ്ദേഹത്തിൻ്റെ ശശിയുടെ കുടുംബാംഗങ്ങളായിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് ശ്രീമതി ശശി അവിടെയുണ്ട്. എല്ലാം കൂടെ ഒരു 10-ലധികം പേരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം പറയുന്നതിനുള്ള ആഗ്രഹിക്കാനും വിസ്തരിക്കുന്നില്ല. ലോകപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനും പ്രശസ്ത മലയാളിയുമായ ശ്രീ ശശി തരൂരിന് ഒരു സ്വീകരണം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് യുദ്ധവിജയം മലയാള ഭാഷ DC പ്രസിദ്ധപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രകാശനം ഇന്ന് ശ്രീ KM മാത്യു നിർവഹിക്കുന്നു. അധ്യക്ഷത വഹിക്കുന്നത് ആ ഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും പ്രമുഖ ഗ്രന്ഥകാരനുമായ MV ശൈലേന്ദ്രകുമാറാണ്. പുസ്തകം സ്വീകരിക്കുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ രാജശേഖരൻ പിള്ളയും ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനഭാജനമായ മാധവൻകുട്ടി എന്ന കവിതാദാസനാണ്. മനോരമ ഓഡിറ്റോറിയത്തിൽ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ആസ്ഥാനമായ മനോരമ ഓഡിറ്റോറിയത്തിലാണ് മീറ്റിംഗ് നടത്തുന്നത്. ഇതിനേക്കാൾ സമ്പന്നമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് അടുത്തെങ്ങും നമ്മൾ കൂടിയിട്ടുണ്ടാവുകയില്ല. 48 വയസ്സുകാരനായ അദ്ദേഹം 56 ലണ്ടനിൽ ജനിച്ചു എന്നാണ് പെൻഗ്വിൻ അച്ചടിച്ച് വിളിച്ചിരുന്നത്. ഞങ്ങൾ അത് വിശ്വസിച്ചാണ് ഇപ്പോൾ വയസ്സ് പറയണമെന്ന് അദ്ദേഹത്തെ ഞാൻ നിർബന്ധിക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റി ഞാൻ ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല. കാരണം ഇതൊരു സ്വീകരണ യോഗമാണ്. ഇനി എൻ്റെ പറയാൻ വരുന്നവർക്ക് എല്ലാം ശശിയെ പറ്റിയായിട്ട് കൂടുതൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവർക്ക് വേണ്ടി ആ സമയം വിട്ടുകൊടുക്കുന്നു. അദ്ദേഹത്തെ ഒരു പ്രത്യേക കാര്യം മാത്രമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി പ്രമാണിച്ച് DC ബുക്സ് ഒട്ടുവളരെ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു കൊല്ലം മാത്രമല്ല, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കാൻ തുടങ്ങിയത് തന്നെ 2 കൊല്ലം മുൻപാണ്. അതായത് ശരിക്കും 1900 ലോകപ്രസിദ്ധമായ ഒരു പുസ്തകം കാവി കോളൻസും കമലിലാദ്യം ലഭിച്ച സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം DC ബുക്സിൻ്റെ ഒരു പ്രത്യേക പരിപാടിയായിട്ട് ആ പുസ്തകത്തിൻ്റെ 5000 കോപ്പി ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജൂബിലി ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 15 ഇപ്പോഴുള്ള ദിവസങ്ങളിൽ 50 രൂപ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോലും മുതലാകാത്ത തരത്തിൽ ആളുകളുടെ കയ്യിൽ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ പദ്ധതിയുടെ ഉദ്ഘാടനം ആണ് ശ്രീമാൻ ശശി ഇവിടെ നിർവഹിക്കുന്നത്. ഈ ബഹുമാന്യ ഇന്ന് ഈ ചടങ്ങിൽ ഇതുപോലെ ഓരോ പ്രമുഖ പങ്ക് വഹിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ശ്രീ ശശിയുടെ കുടുംബാംഗങ്ങളായി ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ രാവിലെ പ്രിയസ്ഥാൻ സന്ദർശിച്ച് കാണിച്ച എല്ലാവർക്കും തന്നെ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടെ തന്നെ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ
എന്ന് ശശിയുടെ മാതാവ് സൂചിപ്പിക്കുന്നു. DC ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ പ്രതിഭാശാലികളുടെ ഒരു സംഗമമാണ്. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി ലോക പ്രശസ്തനാണ്. 28 വയസ്സിലെ അദ്ദേഹത്തിന്റെ ചെറുകഥ കൊണ്ട് തന്നെ ലോക പ്രശസ്തനായ ഒരു വ്യക്തി. ഏതെല്ലാം വിധത്തിൽ പ്രശസ്തനായി എന്നുള്ള അദ്ദേഹത്തിന്റെ ഓരോ പുസ്തകങ്ങൾ കൊണ്ടും ഇത്ര ചെറുപ്പത്തിലെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലിന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായി വരികയും ചെയ്യും എന്ന ഒരു മഹാനായ വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും കുറിച്ചിന്റെ ഈ നല്ല ചടങ്ങ് സംബന്ധിക്കാനായിട്ട് വന്നിട്ടുള്ളത് മാധവിക്കുട്ടി. ഇങ്ങനെ ഒരു വ്യക്തിയെ ഇതുപോലൊരു ചടങ്ങിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിലും ഒരു വലിയ സന്തോഷം നമുക്ക് ലഭിക്കുവാനില്ല. വീരേന്ദ്രകുമാർ അദ്ദേഹത്തെ പോലെ അത്ര ലോകത്തിൽ അറിയപ്പെടുന്നത് കൂടാതെ സാഹിത്യ ലോകത്തിലും ചിന്തകൻ എന്ന നിലയിലും പ്രാസംഗികൻ എന്ന നിലയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തി. പിന്നെ നമ്മുടെ രാജശേഖരനുള്ള വൈസ് ചാൻസലർ. ഇങ്ങനെ 4-5 പേരെ ഇവിടെ കൂട്ടി ഒരു വലിയ സംഗമമാണ്. ഈ പറയുന്നവരെല്ലാം വലിയ സാഹിത്യകാരന്മാരും പ്രസംഗ പാഠവത്തിൽ വളരെ കേന്ദ്രന്മാരും ആണ്. ഞാൻ ഈ ശശിയുടെ പുസ്തകം ദ ഗ്രേറ്റ് നോർത്ത് ഇന്ത്യൻ നോവൽ വായിച്ചിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ എൻ്റെ കൊച്ചു മക്കളോടും എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോയി. ഞാൻ ഈ പുസ്തകം വായിക്കുന്നതെങ്കിൽ 81-82 വയസ്സായിട്ട് എല്ലാ മനുഷ്യനാണ്. അങ്ങനെ ചെറുപ്പക്കാർ മുതൽ എൻ്റെ പ്രായം വരെയുള്ള ആളുകൾ വായിച്ചിട്ടുള്ളതും വായിക്കേണ്ടതുമായ ഒരു പുസ്തകമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും അതുപോലെ തന്നെ വളരെ പ്രായോഗികമായ പുസ്തകങ്ങളാണ്. ഷോ ബിസിനസ് റീസൺസ് ഓഫ് സ്റ്റേറ്റ് ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം അത് ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിച്ചില്ലെങ്കിലും മലയാളത്തിന്റെ ഒരു ഭാഗം വായിച്ചപ്പോൾ ആ പുസ്തകം വായിക്കുന്നതിലും കൂടുതൽ അതിൻ്റെ മുഖവുര വായിക്കണം. അദ്ദേഹത്തിന്റെ ചിന്താധാരയുടെ ആ മഹനീയത്വം, അതിന്റെ ആശയദാർഢ്യം, അതിന്റെ ആഴം, പരപ്പ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുന്നതിൽ ആ ഒരു 5-8 പേജ് വായിച്ചാൽ അമ്പരന്ന് പോകും. ഇത്രയൊക്കെ എനിക്ക് 2-3 ആർഗ്യുമെന്റ് ഉള്ളത്. ശശിയുടെ പിതാവും ഞാനും വലിയ സുഹൃത്തുക്കളെ. ചന്ദ്രൻ ഒരു പ്രാവശ്യം വന്ന് 3 ദിവസം എന്റെ വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയുടെ പേര് ഞാനത് പറഞ്ഞു. ശരിയെന്നാണ് ഇല്ല, നല്ല കൂടെ വന്നിട്ടില്ല. പേര് പറഞ്ഞോളെ അന്ന് അദ്ദേഹം തന്നെയാണ് വന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരുണ്ടാകുന്നത്. കൂടാതെ 10-15 വർഷം ഞങ്ങൾ IEMS ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ സഹോദരൻ അദ്ദേഹം നിർബന്ധിച്ചു പോയി. ഡൈജസ്റ്റ് ഡാറ്റയ്ക്കുന്നതിന് മുമ്പ് മലയാളത്തിലുള്ള ആരെങ്കിലും എടുക്കണമെന്ന് പറയാൻ അദ്ദേഹം ഇല്ലായിരുന്നു. അങ്ങനെ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി എന്ന പറയുന്നില്ലാതെ അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ പ്രവർത്തന രംഗത്തെ ആസ്വാദിക്കാനോ അതിനെപ്പറ്റി പറയാനോ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ തോന്നുന്നു. കൂടാതെ എനിക്ക് ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഞാൻ യുണൈറ്റഡ് നേഷൻസ് കണ്ടിട്ടുണ്ട്. ശ്രീ KM മാത്യു, ശ്രീമതി മാധവിക്കുട്ടി, ശശി തരൂരിന്റെ കുടുംബാംഗങ്ങളുടെ ക്ഷണിക്കപ്പെട്ട അതിഥിയുടെ സുഹൃത്തുക്കൾ, ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട് എന്ന ശശി തരൂരിന്റെ പുസ്തകം DC ബുക്സിലൂടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാഹിത്യത്തിലെ മിഡ്നൈറ്റ് ചിൽഡ്രൻ എന്ന നിലയിലെ 4 പേരുള്ള ഒരാളായ ശശി തരൂരിന്റെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പ്രഖ്യാതമായ പുസ്തകമാണ് ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തെ ഒരു വിമർശനാത്മക രീതികളോടും വിമർശിച്ച് ഈ
ഏതെല്ലാം രീതിയിലുള്ള കറക്ഷൻസ് ആവശ്യമാണെന്ന് നമ്മുടെ സമീപനത്തിന് ഏതൊക്കെ രീതിയിലുള്ള കറക്ഷൻസ് ആവശ്യമാണെന്ന് അടിവരയിട്ട് കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യ അർദ്ധരാഷ്ട്രീയ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ മഹാഭാരത ആഖ്യായിക, അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത രീതിയിൽ പറയുകയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ അല്ലെങ്കിൽ മഹാഭാരത ആഖ്യായിക എന്ന പുസ്തകം പത്രത്തിൽ ഇന്ത്യൻ ഭാരത ചരിത്രത്തിനും അതോടൊപ്പം തന്നെ ഭാരതത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സ്ഥാനം നേടിക്കൊടുത്തതിന് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുസ്തകം ഇന്ത്യ അർദ്ധരാഷ്ട്രം മുതൽ അരനൂറ്റാണ്ട് എന്ന പുസ്തകം ഭാരതം ഇന്നത്തെ വ്യവസായ യുഗത്തിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് എങ്ങനെ പ്രതികരിക്കാം, എങ്ങനെ ഈ രാഷ്ട്രത്തെ നമ്മൾ ഓരോ ഭാരതീയൻ എന്നുള്ള അഭിമാനത്തോടുകൂടി എങ്ങനെ പുലർത്താമെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ പുനരാഖ്യാനം ചെയ്യുന്ന വേദവ്യാസൻ ഗണപതിയോട് പകർപ്പെടുത്തുകാരനോട് പറയുന്ന വരികൾ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന എന്റെ കൃതി ഉപാഖ്യാനകർത്താവ് പകർപ്പെടുത്തുകാരനായ ഗണപതിയോട് ആത്മനിഷ്ഠമാണ് തന്റെ പ്രതിപാദനം സമ്മതിക്കുകയും തന്റെ എല്ലാ അഭിപ്രായങ്ങൾക്കും സാധുവായ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കോട്ടയം ഞാൻ അറിയുന്ന ഇന്ത്യയെ കുറിച്ചുള്ള എന്റെ കഥയാണ്. നന്ദി, നമസ്കാരം. ഏവരുടെയും ബഹുമാനത്തിനും സ്നേഹത്തിനും ആദരവിനും പാത്രമുള്ള ഞാൻ തിരിച്ചുള്ള പാത്രം BC പ്രസിദ്ധീകരിച്ച ശശികാന്തിന്റെ ഇംഗ്ലീഷ് പുസ്തകത്തിന് മലയാളം എഴുതുന്നത് ഇന്ത്യ അധികാരത്തിന് പതിനെട്ടാണ്. അതിന് കാശ് നൽകുകയാണ്. ഇതിലൂടെ സന്തോഷിച്ചു. ഞാൻ ഒരു വാക്കുകൾ പറയുന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകളെ വിലയിരുത്താൻ ഒരു രീതിയായി ഞാൻ കാണുന്നു. സാന്ദർഭികമായി ഒന്നിൻ്റെ പ്രതികരണങ്ങൾ പറയുവാനും കഴിഞ്ഞ് ഒരു വിഷയത്തിന് അദ്ദേഹത്തിൻ്റെ ഈ രചനയുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പണ്ഡിതബോധമായ സദസ്സിൽ വെച്ച് വാദപ്രതിവാദങ്ങളിൽ തീരുമാനിക്കപ്പെടാനുള്ള അദ്ദേഹം ഈ പുസ്തകത്തെപ്പറ്റി ആദ്യം എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ വായിക്കുന്നതിന് മുമ്പ് ലണ്ടനിൽ ജനിച്ച് ബോംബെയിൽ താമസിച്ച് പത്രത്തേക്ക് പഠിച്ച് അമേരിക്കയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടി ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മുഴുവൻ വിദേശത്ത് ചെലവഴിച്ച് വിദേശ രാഷ്ട്രങ്ങളും വിദേശ നേതാക്കളുമായി ബന്ധപ്പെട്ട ശശികാരനെ പോലുള്ള ആളുകൾ ഏത് വിധത്തിൽ ചിന്തിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് ഒരു മുൻവിധിയുണ്ടായിരുന്നു. ആ മുൻവിധി ഉള്ളതുകൊണ്ട് ആ പുസ്തകമായി ഞാൻ വായിക്കാൻ ഉണ്ടായി. പക്ഷേ അത് വായിച്ചപ്പോൾ കൂടുതൽ വായിച്ചു ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച അല്ലാത്ത ചിത്രമാണ് ഇപ്പോൾ ശശികാരൻ. ഈ മഴ ഇതിനുള്ളിൽ കിടക്കുന്ന മനസ്സിലായത് എന്താണ്? അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് മാറി കേരളത്തിൽ പരിവർത്തനത്തെ കുറിച്ച് കേരളത്തിൽ ജീവിക്കാത്ത ശശി എഴുതുന്നത് കേരളത്തിൽ ജീവിച്ച് എഴുതിയ പഴയക്കാലവും അതിൻ്റെ ആത്മാർത്ഥതയും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷം. അതിലൊരു സത്യമുണ്ട്, കേരളീയതയുണ്ട്, വേരുകളുണ്ട്. തന്റെ വേരുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ വേരുകൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ചുറ്റുപാട് ആ കാട്ടിൽ വീട് വന്നപ്പോൾ അദ്ദേഹത്തെ വയസ്സിലെ കാറ്റിൽ വെള്ളപ്പുറവും തന്റെ കാര്യത്തിനോട് പറഞ്ഞു. അവസാനത്തിൽ ഒരു അലുവ അതിന് മുമ്പ് വീട് നമുക്ക് അലുവ കൊണ്ടുവന്ന് അത് കൊടുത്തു, അത് കഴിച്ചു. ഇതെല്ലാം ബഹുമാനത്തോടുകൂടി കഴിച്ചത് കറക്റ്റായി.
മറ്റൊരു കഥാപാത്രമുണ്ട് ബാലാജി. ആ ചിത്രമാണ് ആദ്യം ചെയ്യുന്നത്. ആ ബാലാജി തന്റെ ഭാഗത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തെ നിഷ്ഠമാണ്. ഇവിടുത്തെ ആളുകൾ ജീവിതരീതിയാണ്, വൃത്തികളുടെ ദാരിദ്ര്യമൊക്കെ എല്ലാം കൊണ്ടും ഒരു തരത്തിലും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു രാജ്യം. അവിടെ തന്നെ അമേരിക്കയിൽ അദ്ദേഹം മലേഷ്യയിലെ മുഴുവൻ അദ്ദേഹം തന്റെ രാജ്യത്തെ കുറിച്ച് അവധിയുടെ സംസാരിക്കുന്നു. ആ ബാലാജി മറ്റൊരു കഥാപാത്രമാണ്. ഇന്നും പലരും വിദേശങ്ങളിൽ പോയി താമസിക്കുന്നവർ ഇന്ത്യയിലേക്ക് കാണുന്ന ബാലാജിമാരായിട്ടാണ്. ഈ മണ്ണിന്റെ മണം ഉൾക്കൊണ്ട് വീടുകൾ അവിടുത്തെ നിർത്തി നമ്മുടെ മാതൃരാജ്യത്തെ കാണുക എന്നുള്ളത് കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിച്ചു നോക്കാമ്പോൾ അത് പുസ്തകത്തിലൂടെ ഉപയോഗിച്ചു. മഹാഭാരതത്തിൽ എഴുതി അത് പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ വിലയിരുത്തുകയാണ്. ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം മനസ്സുള്ള ഒരു എഴുത്തുകാരൻ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം അടിപ്രാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നാനാത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗണപതി വെള്ളം പാല് കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അമേരിക്കയിൽ വീട്ടിൽ പോയി ഗണപതിക്ക് പാല് കുടിച്ച് അതിനെന്തോ ശാസ്ത്രീയമായ വിവരണങ്ങളെന്തോ നടന്നു പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു ഗണപതി പാല് കുടിച്ചാലും ചെയ്ത് കുടിച്ചില്ലെന്ന് ചെയ്യും ഞാൻ ഹിന്ദുവായ വിശ്വാസിയാണെന്നതിന്റെ ആഴത്തിലുള്ള ദർശനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഗണപതി പറഞ്ഞ് ശാസ്ത്രത്തിന് കാണാൻ കഴിയാത്ത ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ദർശനം ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹത്തോട് ഞാൻ ജീവനാണ്. ജീവനായി പറയും അനേക വീക്ഷണങ്ങൾ സത്യത്തിനുണ്ട്, അനേക വീക്ഷണങ്ങൾ. അദ്ദേഹം അത് തന്റെ രചനയിൽ ദാസത്വം പല ഭാവങ്ങളും പല രീതിയിൽ സത്യത്തെ കാണാം. ഒന്നായി മാത്രം കാണേണ്ട ആവശ്യമില്ല. അത് ബഹുത്വങ്ങളാണ്, അത് വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് ഇന്ത്യയുടെ വൈവിധ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ഹിന്ദു മതം എന്ന് പറയുന്നത് ഏതോ മതഭ്രാന്തന്മാരുടെ മനസ്സിലുണ്ടാവുന്ന ദർശനമല്ല. അതിന്റെ ദർശനം വിശ്വദർശനം. അദ്ദേഹം ഹിന്ദു മത വിശ്വാസിയായിട്ട് മതേതരവാദിയാവാൻ സാധിക്കും. ബാബറി 1996 ബാബറി മസ്ജിദ് തകർത്തത് ഏറ്റവും കണ്ടതായ മസ്ജിദ് നടത്തിയ ഒരു ഗ്രന്ഥകർത്താവാണ്. 1996 അദ്ദേഹം പറഞ്ഞ ചിന്തിയുടെ കാര്യമില്ല. മൗലികവാദിയായിട്ടുള്ള ഒരു ഹിന്ദുവും പാകിസ്ഥാനും വേണമെന്ന് പറഞ്ഞ മൗലികവാദികളും മുസൽമാനും രണ്ടു കൂട്ടരും പാകിസ്ഥാന്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഈ രാജ്യത്തെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. ഭാരതത്തിന്റെ ശക്തി ഭാരതത്തിലെ വൈവിധ്യമാണ്. ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഇവിടെ കേരളത്തിലെ ആവശ്യങ്ങൾ ഉണ്ടായി ഹിമാലയത്തിലെ ഏതോ ചില അമ്പലങ്ങളിൽ ഇപ്പോഴും കമ്മൂരുമായി പൂജ കഴിക്കുന്നു. അത് പേര് വന്നു നിയമത്തിൻ്റെയോ പാകിസ്ഥാനിക്കോ ഹരിദ്വാറിന്റെ മറ്റേ ബദ്രീനാഥിൽ ഭാഗവത്സാണ് പയ്യന്നൂരിലെ കമ്മൂരിമാരാണ്. ആ പയ്യന്നൂരിൽ അതുപോലെ തന്നെ ഹിമാലയത്തിലെ കേദാർനാഥിൽ ദ്വൈതം വിശിഷ്ടാദ്വൈതം അംഗീകരിക്കുന്നത് ലിംഗായത്തിലാണ് പൂജ കേദാർനാഥ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആഴത്തിലും പലപ്പോഴും കാണാൻ സാധിച്ച ഒരു ഗ്രന്ഥകർത്താവ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആഗോളവൽക്കരണത്തെ പറ്റി, അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിംസ് ഭരണവിധിയെ പറ്റി, ഇന്ത്യയിലെ ജനാധിപത്യത്തെ പറ്റി, ഇന്ത്യയിലെ ഫെഡറലിസത്തെ പറ്റി, അതുപോലെ ബുദ്ധിജീവികളും രാഷ്ട്രീയപ്പെട്ട ബന്ധത്തെ പറ്റി, കാര്യക്ഷമമില്ലാത്ത ജനാധിപത്യവും കാര്യക്ഷമതയെ പറ്റി ഇന്നത്തെ വിശകലനത്തിലുള്ള ആത്മാർത്ഥത, അതിലും ചില ആഗ്രഹങ്ങളും ആശകളും നിരോധനങ്ങളും കാണും. ഇതെല്ലാം അദ്ദേഹത്തെ ചുരുക്കി പറഞ്ഞാൽ വായിച്ചാൽ അവസാനത്തെ വാക്ക് വായിക്കുന്നവരെ വായിച്ചു തീർക്കണമെന്ന് പുതിയ പുസ്തകമാണ്. അങ്ങനത്തെ അദ്ദേഹം ധരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ഇത്. നമ്മുടെ മുഖർഭൂഷൺ അദ്ദേഹം ഒരു സകല ധർമ്മത്തെ കുറിച്ച് അർത്ഥം ചോദിച്ച് അത് തികട്ടുവരിൽ പറഞ്ഞ അർത്ഥം ഇംഗ്ലീഷ് ഭാഷ ധർമ്മത്തെ കുറിച്ച് വ്യാഖ്യാനം ചെയ്തിട്ട് ധർമ്മത്തെ കുറിച്ച് വിവിധ വ്യാഖ്യാനം ധർമ്മത്തെ വ്യാഖ്യാനം ചെയ്തിട്ട് വസ്തു സ്വഭാവവും ധർമ്മമാണ്. വസ്തു സ്വഭാവം ഏത് വസ്തുവിന്റെ സ്വഭാവം അത് ധർമ്മമാണ്. ധർമ്മം മതത്തെക്കാളും വാക്കാണ്. അതിന്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിൽ ധർമ്മം ആഴത്തിലെ സ്പർശിച്ച കാര്യങ്ങളാണ്
ഞാൻ ആ പുസ്തകത്തെ ലയിക്കുന്ന പ്രാക്ടീസ് അഭ്യർത്ഥിക്കുന്നു. യോഗം വെച്ച് കൂട്ടിയ ഞങ്ങൾക്ക് പറ്റി എൻ്റെ വാക്കിൽ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനൊരു സന്ദർഭം ഒരുക്കി തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പറയുന്നു പറഞ്ഞു DC ചെയ്ത പ്രവർത്തനം ശ്ലാഘനീയമാണ്. അദ്ദേഹം വളരെ നല്ല ഗുണങ്ങൾ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. DC ഒരു കച്ചവടം എന്നുള്ള നിലയിൽ മാത്രം DC-യുടെ സ്ഥാപനത്തെ അനുകരിക്കാൻ പോരാ. ഒരു വിജ്ഞാനം നൽകുന്ന കേരളത്തെ ഒരു സ്ഥാപനമായി DC-യുടെ പ്രസിദ്ധീകരണശാലയെ കാണാം. DC-ക്ക് ഏത് പുസ്തക ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അറിയാം. അതിൻ്റെ വഴി അറിയാം. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വിധവദ്ദേഹത്തിന് അറിയാം. അത് DC-യെ കവച്ചു കൊടുക്കാൻ ഇന്ന് കേരളത്തിലാണെന്ന് വിശ്വസിക്കുന്നില്ല. DC ഒരു അത്ഭുത പ്രതിഭാസമാണ് കേരളത്തിലെ പുസ്തക പ്രകാശനം. അങ്ങനെ ഇന്ന് ഈ അപൂർവ സംഭവത്തിൽ വെച്ച് ഈ പുസ്തക പ്രകാശനം ചെയ്യുന്ന കർമ്മത്തിൽ അധ്യക്ഷ വഹിക്കാൻ സാധിക്കുക. അത് മനോരമയുടെ അന്തരത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടായത്. ശശി താരൂർ പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി മനോരമയെ കുറിച്ച് അറിയാത്തതുകൊണ്ട് കേരളത്തെ കുറിച്ച് അവർക്ക് അറിയുമെന്ന് ചോദിച്ചതുകൊണ്ട് കൂടുതൽ സന്തോഷമുണ്ട്. മാതൃഭൂമിയുടെ വലിയ ഞാനും മനോരമയുടെ വലിയ കാര്യത്തിൽ ഒന്നിച്ച് തന്നെ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് സന്തോഷമുണ്ട്. ആശംസ മാറി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇത്ര ദൂരം വരാൻ എനിക്ക് പ്രചോദനം നൽകിയത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി എന്റെ പ്രിയ സ്നേഹിത ലില്ലിയുടെ മകൻ ശശിയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത്. രണ്ടാമത് ശശി എന്റെ രണ്ടാമത്തെ മകൻ പോയ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ വലിയ ഗ്രന്ഥകാരനും യുഎനും ഒഫീഷ്യലൊക്കെ ആയാലും ഈ കുട്ടിയുടെ ബാല്യകാലം ചെക്ക് ഓർത്തു. രണ്ടാമതായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്ന കുഞ്ഞുതുല്യനായ DC കിഴക്കേമുറിയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പബ്ലിഷർ. എനിക്ക് ഏത് കഷ്ടക്കാലം വരുമ്പോഴും DC കിഴക്കേമുറിയോടാണ് ഫോൺ ചെയ്യുക. എൻ്റെ റോയൽറ്റി ഒരു അയച്ചു തരിക. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം വിളിച്ചാൽ വരാത്ത ഒരു അവസരം ഉണ്ടായിട്ടില്ല. പിന്നെ ശശിയോടുള്ള ഒരു മാതാവിൻ്റെ വാത്സല്യം ലില്ലി എത്തിയപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു ലില്ലിക്ക് എനിക്ക് ഇത്ര അഭിമാനം തോന്നുമ്പോൾ ലില്ലിയുടെ സ്ഥിതി എന്തായിരിക്കുന്നു. അപ്പൊ ലില്ലി പറയണ ഒക്കെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു തരണം. എല്ലാം ഗുരുവായൂരപ്പന്റെ കളിയിൽ. ശശി ബുക്ക് എഴുതിയത് ഗുരുവായൂരപ്പൻ എനിക്ക് പാവം തോന്നി. ശരിയാണല്ലോ, ദൈവത്തിലർപ്പിച്ചു ഈ കുട്ടി ഞാൻ നന്നായി വരുന്നുണ്ട്. UN-ലാണ് എനിക്ക് തോന്നുന്നത് UN-ലുള്ള ചില ആളുകളുടെ പ്രജഡിസസ്, ഇന്ത്യയെ പറ്റിയിട്ടുള്ള പ്രജഡിസസ് മാറ്റിയെടുക്കാൻ ഈ കുട്ടിക്ക് സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ കാലത്ത് ഇന്ത്യയെ പറ്റി പ്രജഡിസസ് കൂടി വന്നിരിക്കുകയാണ്. ഒരു ന്യൂക്ലിയർ പവർ ആയതുകൊണ്ട് ഒരു ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് എല്ലാവരും വെട്ട ആളുകളുടെ അകത്ത് ബുദ്ധി വന്നിരുന്നതാണ്. അത് അപ്പോ അതിന്റെ കാര്യം മറ്റൊന്നുമല്ല. പണ്ട് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഒരു അയിത്താചാരം, ചെറുമക്കൾ പുറത്തു നിൽക്കണം, മുരേര് പുറത്ത്. അതുപോലെ അവരുടെയൊക്കെ കടല് വെളുത്തവർക്ക് ബോംബുണ്ടാക്കാം, വെളുത്തവർക്ക് എയ്ഡ്സിന്റെ രോഗം തന്നെ എക്സ്പെക്ട് ചെയ്തുണ്ടാക്കാം. പക്ഷെ കറുത്തവർ എന്ത് ചെയ്യുമ്പോൾ ഒരു വിഷമം മനസ്സിലാവും. എന്റെ പണ്ട് ഇത് ഞാൻ ഞെട്ടിപ്പോകാനല്ല, പക്ഷെ ഇത് എന്റെ കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഇൻഫോർമലായിട്ട് പറയാം. ഞങ്ങളുടെ നാട്ടില് വെക്കേഷന് പോകുമ്പോൾ അന്ന് ഞാൻ കുറെ കാലമുണ്ട് സമ്മർ വെക്കേഷൻ പോണ സമയത്ത് അവിടെ ഒരു വെപ്പുകാരുണ്ട്, ഒരു വയസ്സായിട്ട് കരി നാരായണൻ നായർ. അദ്ദേഹം ഒരു ദിവസം എന്റെ അമ്മമ്മയോട് പറഞ്ഞു, ഞങ്ങളെല്ലാം കുറെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നു കോലായില്. അല്ല, അമ്മമ്മ പറഞ്ഞു, നാരായണ ഇനി ഞാൻ ഒരു അമ്മയാരെ കൊണ്ടുവരാൻ പറ്റും വിചാരിക്കണം. പാചകം ദോശ എന്നാണ് ശരിയാവില്ല, ഒരു അമ്മയാര് ബ്രാഹ്മണൻ തന്നെ വെക്കണം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു അമ്മയാരുണ്ട് ഗുരുവായൂരിന് കേട്ടു, കൊണ്ടുവന്നാലോ? അപ്പൊ നാരായണനാരാണ് ചാടി ഗർജിച്ചുകൊണ്ട് ആ അടുക്കളയുടെ ഇരിക്കുന്ന ചാക്ക
അമ്മേ കൊണ്ടുവന്നോളോ, പക്ഷെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് മതിയോ. അപ്പൊ എന്താ പറഞ്ഞ് അമ്മയന്മാര് ബ്രാഹ്മണര് ദോശ ഉണ്ടാക്കിയിട്ട് പോയി ഇങ്ങനെ ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ അതേ ഉദ്ദേശിച്ചു. ഒരു 10-20 കൊല്ലം 50 കൊല്ലം കഴിയുമ്പോഴേക്കും തല്ലി ചത്തോളും, 2 കുട്ടികൾ നശിച്ചോളും എന്നവർ തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ മീഡിയ മുഴുവൻ പാകിസ്ഥാനും ഇന്ത്യയും ശത്രുക്കളാണ് എന്ന് വരുത്തി വെക്കുന്നത്. ഫോറിൻ മീഡിയ TV വെച്ചാൽ CNN, BBC എല്ലാം കണ്ടുകൊടുത്ത ആൾക്ക് മനസ്സിലാവും ഇതൊരു കുതന്ത്രമാണ്, നമ്മെ തമ്മിൽ തെറ്റിക്കാനാണ്. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവിടേക്ക് പോവാം, സെക്യൂരിറ്റി ഗാർഡും ഒന്നും വേണ്ട, ധരിച്ചു പോവാം. കാരണം ഒരു പ്രധാനമന്ത്രി ആവണ മനുഷ്യന് ധൈര്യമാണ് പ്രധാനം. പിന്നെ ഗാർഡ് സെക്യൂരിറ്റി കാശ് കൊടുത്തിട്ട് വേനക്കാരും വേണ്ട. പോയിട്ട് ആ പ്രധാനമന്ത്രി കുറച്ചുകൂടി ചെറുപ്പമായിട്ടാണ് പോയി കെട്ടിപ്പിടിക്കുക. സമുദായമായി ഭക്തരെ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കൂ സ്നേഹത്തോടെ എന്ന് പറയൂ. നമുക്ക് ഒരു രാജ്യത്ത് തന്നെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരല്ലേ. ഈ ബ്രിട്ടീഷുകാർ നമ്മളെ വിഭജിച്ചു വിചാരിച്ചിട്ട് നമുക്ക് ബന്ധമാണോ? നമ്മുടെ കോമൺ ടേസ്റ്റാണ് ഭക്ഷണം. നമുക്ക് സിനിമ കാണണമെങ്കിൽ നമ്മുടെ ടേസ്റ്റാണ്. നമ്മൾ തെറ്റിക്കരുത്, ശത്രുക്കളല്ല എന്ന് പറയട്ടെ. US സാങ്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ കണ്ടു ക്ലിന്റനോട് ഒരു സാങ്ഷൻ പറയട്ടെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് അധികാരത്തിലാണ് ഇങ്ങനെ പറയുന്നത്? സാങ്ഷൻ ആരാണ് അയാൾ? അയാളേക്ക് നമുക്ക് വില തോന്നുന്നു. താഴെ ജോലിയിരുന്ന പെൺകുട്ടികളെ പിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ അത് ടിവിയിൽ നിന്നിട്ട് സാങ്ഷൻ എന്താ? നമ്മള് ന്യൂക്ലിയർ പവർ ആയത് സഹിക്കില്ല. നമ്മൾ എന്തുകൊണ്ട് ന്യൂക്ലിയർ പവർ ആയിക്കോളാം. ചിലര് എതിർത്തു. ഗാന്ധിജിയുടെ നാടാണ്, ഗാന്ധിസം വേണ്ടേ? ഗാന്ധിജിയുടെ നാടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, ഓർക്കണം. മരിച്ചുപോയവരെ പറ്റിയിട്ട് എത്ര കാലം പറഞ്ഞുകൊണ്ട് പാട്ടുപായിട്ട് നടക്കാം. ജീവിച്ചിരിക്കുന്ന കുട്ടികളെ രക്ഷിക്കാനാണ് ഇന്ന് നാം ശ്രദ്ധിക്കേണ്ടത്. ഗാന്ധിസം ആ കാലത്ത് പ്രസക്തിയുള്ള ഒരു ഹിംസമായിരുന്നു. ഇപ്പൊ നമ്മൾ ഗാന്ധിസം എന്ന് പറഞ്ഞിട്ട് ബോംബും വേണ്ട, ആയുധവും വേണ്ട പറഞ്ഞിരുന്നാൽ USA തന്നെ ഹെൽപ്പ് ചെയ്യും. ചൈന പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യും. എന്തിന്? യുദ്ധം തുടങ്ങാൻ. യുഎസ്കാർക്ക് ബുദ്ധിയില്ല. അവരുടെ സോയിലിൽ അവർ യുദ്ധം ചെയ്യില്ല. അവിടുത്തെ ആൾക്കാരെ മരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. പണ്ട് പക്ഷെ അവിടെ ഒരു ധനശാസ്ത്ര വിദഗ്ധൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു 30,000 ആള് മരിച്ചാൽ 3 ലക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടി 30,000 ആള് മരിക്കണം. അത് നിയമം. അത് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉപദേഷ്ടാവായിട്ട് കഴിഞ്ഞു. ആ നിയമം തന്നെ ഞാനിപ്പോ പറയുന്നു. ബോംബ് ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ന്യൂക്ലിയർ പവർ ആയിക്കോട്ടെ, നമ്മുടെ മിലിറ്ററി പവർ ആയിക്കോട്ടെ, എന്നാലും നമ്മള് അമേരിക്കയിലൊക്കെ പോയിട്ട് ഇന്ത്യക്കാർക്ക് എവിടെ വരാം? ഷോപ്പിൽ കയറി നിൽക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ സെർവ് ചെയ്തിട്ട് ഇന്ത്യക്കാരനെ കിട്ടുന്നു. എന്ത് നമുക്ക് വില നേടിത്തന്നത് ഇപ്പോ ഇവിടെ പൊട്ടി ചെയ്തിട്ട് റിയാലിറ്റി. എന്ത് നമ്മൾ ഈ ഞായറാഴ്ച വരുന്ന പിച്ചക്കാരെ ധർമ്മം തരും അമ്മാവെന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യത്തിൽ പോയിരുന്നു. വേൾഡ് ബാങ്കിനോട് പോയിട്ട് ധർമ്മം തരുമോ എന്ന് പറയാം. അതിന് പേപ്പറിൽ ഇവിടെ വരാം. പേപ്പറിനകത്ത് എഴുതരുത് തന്നെ പറയും. ഞങ്ങൾ എടപ്പാടികളാണ്. ഇത് ഒന്നാമത് വേൾഡ് ബാങ്കിന്റെ ലോണിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത. 25% നമ്മൾ എടുക്കണം, നമ്മുടെ പണം. എന്നിട്ടൊരു പ്രോജക്റ്റ് അത് ഇൻവെസ്റ്റ് ചെയ്യണം. ആ പ്രോജക്റ്റ് 18ാം മാസം അത് ടേക്ക് ഓഫ് ചെയ്യുന്നു എന്നറിയാൻ അവിടുന്ന് 30 ആള് വരും ധനശാസ്ത്രത്തിലേക്ക്. എന്നിട്ട് 5 നക്ഷത്ര ഹോട്ടലിൽ നമ്മുടെ ചെലവിൽ താമസിക്കും. എന്നിട്ട് അവിടെ പോയി കത്ത് വരും, പ്രോജക്റ്റ് ഹസ് നോട്ട് ടേക്കൺ ഓഫ്, 75% തരാനുള്ള തരില്ല. അപ്പൊ നമ്മളുടെ ഈ ഹാർഡ് ആൻഡ് ക്യാഷ് കെട്ടുകാരി വിളിച്ചിട്ടുള്ള പണമാണ് ഈ 25%. അത് നമ്മുടെ we have invested that in a project that cannot take off. So നമ്മുടെ പണം ഒരു കൺട്രിയിൽ മൂടാനുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും നാം സാരമില്ല. അവര് വലിയ ആൾക്കാരാണ്, സുപ്പീരിയറാണ്. IMF വലുതാണ്, അമേരിക്ക വലുതാണ്. ഈ ഇങ്ങനത്തെയുള്ള വിശ്വാസങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഏൽപ്പിക്കുന്നത് മീഡിയ, പത്രക്കാർ. ദയവ് ചെയ്തിട്ട് ഈ പത്രങ്ങളുടെ 40 മില്യൺ ഇന്ന പ്രോജക്റ്റിന്, കുട്ടനാട് പ്രോജക്റ്റിന് 10 മില്യൺ എന്ന് എഴുതാതിരിക്കും.
പെരുമാറിയത് ടെററിസത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാം, പൈസ സപ്ലൈ ചെയ്യാം. അങ്ങനെ നമ്മൾ നശിച്ചു കാണാൻ മോഹിക്കുന്ന ഒരാൾക്ക് അഥവാ എന്തെങ്കിലും പണം വന്നിട്ടുണ്ടെങ്കിലും വി മസ്റ്റ് റൈറ്റ് ഓഫ് ദാറ്റ്, കൊടുക്കരുത്, ഒരിക്കലും മടക്കി കൊടുക്കരുത്. കാരണം നമ്മളെ അത്ര ദ്രോഹിച്ചു. അത് ഞാൻ അമേരിക്കയെ പറ്റി മാത്രമല്ല പറഞ്ഞത്, ഈ വൻ രാഷ്ട്രങ്ങൾ, ഈ ബ്രിട്ടൻ ഒക്കെ നമ്മൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശശി പോലെ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ യുഎനിലുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. പ്രജഡിസ് ഇല്ലാതെയാക്കി സത്യാവസ്ഥ മനസ്സിലാക്കിയില്ല. ഇന്ത്യൻസ് ആരാണ്? ഞങ്ങളുടെ ആത്മാഭിമാനം എത്ര കാലം ക്ഷതമേറ്റിട്ടുള്ള ഒരു ആത്മാഭിമാനമാണ്. ആത്മാഭിമാനമുണ്ടോ? നല്ല വ്യക്തി ലണ്ടനിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ സത്യോ വായിച്ച ആർട്ടിക്കിൾ ഇട്ടല്ല, അവിടെ പോയ റൈറ്റേഴ്സ് കോൺഫറൻസസിന് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഇന്ത്യക്കാരുടെ കുറച്ച് ആൾക്കാർ. അപ്പൊ എന്തിനാണ് കമല ജർമ്മനിയിൽ വന്നിട്ട് ജർമ്മൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിന്നെ ഞാൻ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്ത ജർമ്മൻസ് കേൾക്കോ? എന്റെ ചോദ്യം ഏതാണ്? ഞാൻ കുഞ്ഞുങ്ങൾക്ക് പോയിട്ട് ജർമ്മൻസിനെ അറ്റാക്ക് ചെയ്തത് എന്ത് പറയാം? ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ ജർമ്മൻസിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ആലോചിക്കണം. എന്താ ചെയ്യാൻ അവർ കൊണ്ടുവരുന്നത്? ജർമ്മൻകാരി ടി വി പ്രൊഡ്യൂസർ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞിട്ട് I don't know what you mean, but as a German I'm quite sure you know what it means. അപ്പൊ എനിക്ക് തീർച്ചയായും ജർമ്മൻ ഭാഷയിൽ പറയാം. എന്റെ മോളും ജർമ്മൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. പറയണ്ട, അത് ഡൽഹിക്കായി പറയണ്ട, അത് എടുക്കണ്ട, ആ പരാമർശം ഒഴിച്ചു മാറ്റാം. ഞാൻ പറഞ്ഞു ആ പരാമർശം ഒഴിച്ചു മാറ്റിയാൽ ഞാൻ ഇതാ എണീക്കുന്നു. ഞാൻ നോക്കിക്കോ, because I am speaking for my countrymen. Don't insult them. So അത് കഴിഞ്ഞിട്ട് എണീറ്റു. എന്റെ കൂടെ വന്ന ഇന്ത്യക്കാരൻ മുഴുവൻ ശരി ശത്രുവായി, അൺടച്ചബിളായി, നായാടിയായി വേണം, ദൂരെ ഇരിക്കണം, ഉണ്ണാനും കൂടി അറിയിക്കണം. അങ്ങനെ അവർക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂഡായിട്ട് പെരുമാറുന്നു? അപ്പൊ ഞാൻ ക്രൂഡാണ് നിങ്ങൾ പറഞ്ഞോ. ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, ഗ്രാമീണയാണ്. ഗ്രാമീണയ്ക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും എഴുതുന്നുണ്ട്. കുറച്ച് പരിക്കനായിരിക്കും, പക്ഷെ ആത്മാർത്ഥത്തിലുള്ള ഗ്രാമീണ പാവം ഒരു ഗ്രാമീണ സ്ത്രീ ചതിക്കോ ഇല്ലല്ലോ, അത് തീർച്ചയല്ലേ. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു. എവിടെ പോയാലും ആർട്ടിക്കിളിലാവണം ഇന്ത്യൻ, ധൈര്യം വേണം. നമ്മുടെ പണ്ട് ലെവിൻ എന്താ പറഞ്ഞത്? മിലിറ്ററി റൂളെടുത്തു കൂൺ കഴിഞ്ഞിട്ട് ലെവിൻ പറഞ്ഞു, ഇവിടെ സോപ്പുണ്ട്, ക്യാമേൻ, ലക്സല, വിനോഡിയ, വൈറ്റ് റോസ് ഒക്കെ ദേശത്തപ്പെട്ടതാണ്. ആ സോപ്പ് ഇല്ലെങ്കിൽ തിരുമണ സോപ്പ് ഉണ്ടാക്കണ്ടോ? വെറുതെ പൂവ് നിറച്ച് മണ്ണായിട്ട് സോപ്പ്, അത് തേക്കും. അത്ര മതി സൗന്ദര്യം നമ്മുടെ പെണ്ണുങ്ങൾക്ക്. ആൻഡ് ഈ സ്റ്റോപ്പ് ഇമ്പോർട്ട്സ് നിർത്തി. കോസ്മെറ്റിക്സ് വേണ്ട, തുണി വേണ്ട, ഒന്നും വേണ്ട. പെണ്ണുങ്ങൾ കരഞ്ഞു, ലെവിൻ ഇത് ചെയ്യണോ? ലെവിന്റെ മൂന്നാമത്തെ ഭാര്യ കാറ്റിയിലാണ് കാല് പിടിച്ചിട്ട്, എന്തിനാ ഫോറിൻ സോപ്പിനാണ് ജീവിക്കാൻ വയ്യ, ഫോറിൻ ക്രീമില്ലെങ്കിൽ ഞാൻ തള്ളയെ പോകും. ലെവിൻ പറഞ്ഞു, മരത്തിന്റെ തോട് എടുക്കൂ, ചനാക്ക മരത്തിന്റെ. എന്റെ അമ്മ അതാ തേച്ചത്, അരച്ച് തേച്ചോളൂ, അത് മതി. അത് തേച്ചു. ബ്രഹ്മക്കാരികളുടെ സൗന്ദര്യം വർദ്ധിച്ചു. കണ്ണിലിരുന്ന ഒരു രാജ്യസ്നേഹം കാരണം അവർ നല്ല ഭംഗിയുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് വല്ലാതെ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓരോ ഇമ്പോർട്ടും ഒക്കെ വെച്ച് എന്റെ ചില ഫ്രണ്ട്സുകൾ ചോദിക്കാം, ഇനി ഇപ്പൊ BJP വന്നു, സ്വദേശി എന്ന് പറയുന്നുണ്ട്, നമുക്ക് ഫോറിൻ ക്രീംസ് കിട്ടില്ലേ? ഞാൻ മാർക്കറ്റിൽ ബാധിച്ചുള്ള ഓരോ കരങ്ങളോട് പറയാം. ഞങ്ങൾ അതുകൊണ്ട് കോൺഗ്രസ് വരട്ടെ, മൻമോഹൻ സിംഗ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചോളെന്ന് പറയാം. സൗന്ദര്യത്തിന് പ്രശ്നമാണ് പെട്ടെന്ന് പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, മഞ്ഞളിപ്പൊരു തേച്ചു കൊടുക്കും, കുറച്ച് പാലിന് പണം തേച്ചോളൂ. ഫോറിൻ ക്രീം തന്നെ വേണമെന്നുണ്ടോ? 200 രൂപയൊക്കെ ഒരു. I'm sorry, I'm going off the tangent. That's because I'm relaxed and I'm speaking only because Shashi is here. Shashi represents the UN and Shashi should make them realize that we have our self-respect and we have come of age. 50 years time we have come of age. We know exactly what we are doing and we are going to become more mighty very soon. Shashi, I congratulate you. I congratulate the sponsors of this conference and I am grateful to all of you. Jai Hind. നമസ്കാരം. ഒരു വലിയ മലയാളി മാത്രമായാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ പാടിത്തന്നൊരു പഴയ കവിത എൻ്റെ മനസ്സിൽ വരുന്നു. മഹത്വ നാരായണന്റെ രണ്ടുപേര്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവണം അന്തരംഗം.
അമർക്കണം ചുവര നമുക്ക് നിലനിൽക്കും. ഈ വേദിയിൽ നിൽക്കുന്നത് എല്ലാം കേരളത്തിൻ്റെ അഭിമാനമാണ്. അവരുടെ വാക്കുകൾ എന്നെ സ്പർശിക്കും. അവരുടെ മുന്നിൽ ഞാൻ ശിരസ് വഹിക്കുന്നു. നിങ്ങളുടെ സർവ്വ ആശംസകൾക്കും എല്ലാ പ്രശസ്തകൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. എനിക്ക് അങ്ങേറ്റം സന്തോഷമുണ്ട്. ഈ അവസരം തന്ന സംഘാടകരെ, പ്രത്യേകിച്ച് ശ്രീ DC പേരുമൊഴിയെ ഞാൻ എന്നും ഓർമ്മിക്കും. മലയാളത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം എന്നും എനിക്ക് ഉണ്ടാകും. നന്ദി. ഇനി ചില കാര്യങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഇംഗ്ലീഷ് പറയാം. As you know, I wrote this book initially in English, and it gives me great satisfaction to see it amongst you in Malayalam. I've quoted earlier in the book the words of the British historian E.P. Thompson, who wrote that India is perhaps the most important country for the future of the world. All the convergent influences of the world, he wrote, run through this society. There is not a thought that is being taught in the West or the East that is not active in some Indian mind. And I think the words we have heard today from our distinguished speakers have confirmed the wisdom of that comment. Yet, in these last 5 decades of independence, many thoughtful observers have seen a country more conscious than ever of what divides it: religion, region, caste, language, ethnicity. So when I've written a book about India, the question comes up, what makes India a nation? You know, it's interesting, India is not the only country to have faced this sort of question. 100 years ago, 130 years ago, when an Italian nation was created out of a jumble of tiny little principalities and statements, one Italian writer memorably wrote, "We have created Italy. Now all we need to do is to create Italians." Oddly enough, no Indian nationalist succumbed to the temptation to express the same thought. No one said, "We have created India. Now all we need to do is to create Indians." And such a sentiment would not, in any case, have occurred to our great Indian nationalists. Nehru would never have spoken of creating India or Indians, merely of being the agent for the reassertion of what had always existed, that had been long suppressed. Nonetheless, the India that was created in 1947 was in a very real sense a new creation, a state that made fellow citizens of the Ladakhi and the Lacedaemonian for the same for the first time. A state that did. So creating Indians was what the nationalist movement in fact did. Now when a year and a half ago, when India celebrated the 49th anniversary of its independence, H.D. Deva Gowda, our then Prime Minister, stood at the ramparts of Delhi's 16th century Red Fort and delivered the traditional Independence Day address in Hindi, India's so-called national language. And 8 other Prime Ministers had done the same thing 48 times before. But what was unusual this time was that Deva Gowda, who after all is a southerner from the state of Karnataka, spoke to the country in a language of which he did not know a word. Tradition and politics required a speech in Hindi, so he gave one. But the words had been written out for him in his native Kannada script, in which, of course, they made no sense. Now, such an episode is almost inconceivable anywhere else in the world, but it represents the best of the oddities that helped make India, India. Only in India could we have a country ruled by a man who does not understand formally its national language. Only in India, for that matter, is there a national language which half the population does not understand. And only in India could we have found this kind of solution to enable a Prime Minister to address his people. I think you all know that one of Hindi cinema's most
popular playback singers was our fellow Keralite K.J. Yesudas. When Yesudas sang his way to the top of the Hindi film charts with the lyrics written for him in the Malayalam script for him to sing, to see that same practice elevated to the Prime Ministerial address on Independence Day is a startling reflection of Indian pluralism. But the point I simply being Hindu male from our Gangetic plain state of Uttar Pradesh might cherish the illusion that he represents the majority community, to use an expression that is much favored by the less hardworking of our journalists. But he does not. As a Hindu, yes, he belongs to the faith adhered to by some 82% of the population. But much of the country does not speak Hindi, a majority does not. A majority of the country does not hail from Uttar Pradesh, though if you visit there you might feel that might be the case. And if you were visiting, say, our home state of Kerala, you would realize that the majority here is not even male. Worse, our architect. Even as Hinduism is not a guarantee of majorityhood, because his caste automatically places him in the minority as well. If he is a Brahmin, 90% of Indians are not. If he is a Yadav, 85% of Indians are not, and so on. But let's take language. The Constitution of India recognizes 17 languages today, but in fact there are 35 Indian languages which are spoken by more than 1 million people. And these are languages with their own scripts, grammatical structures, and cultural assumptions, not just dialects. Each of the native speakers of each Indian language is in a linguistic minority, for none enjoys majority status in India. Thanks in part to the popularity of our Bollywood's Hindi cinema, Hindi is understood, though not always well spoken, by nearly half the population of India. But it is in no sense, as you all know, the language of the majority. Then let's look at ethnicity. Even ethnicity undermines the notion of a majority community. Most of the time, an Indian's name immediately reveals where he is from and what his mother tongue is. Mr. D.C. Kirkamuri can only be a Malayali. When we introduce ourselves, we are advertising our origins. Despite some intermarriage at the elite levels, mainly in cities, basically a Bengali can always be distinguished from a Punjabi. And the differences we see amongst us are often far more apparent than what we have in common. Any one of us today in a Munda shirt standing in Delhi will be identified for being a South Indian and not a Malayalam. At the same time, a Kerala Hindu would feel that he has far more in common with a Kerala Christian or a Kerala Muslim than he would with a Jat from Haryana, with whom he obviously shares the Hindu religion. Now, why do I mention these differences? Only to make the simple point that Indian nationalism is a very rare animal indeed. The idea of India is not based on language, it is not based on geography, because, as others have mentioned, the natural geographical frontiers of India were hacked by the partition of 1947. It is not based on ethnicity, because the Indian accommodates a great variety of ethnic types. And indeed, one could argue that a Punjabi or a Bengali in India would have far more in common with a Pakistani or a Bangladeshi than with a Poonawala or a Bangalorean. And it is not based on religion, because we are home to every faith known to mankind. And Hinduism, even if it is the faith of 82% of our country, is a faith without a national organization, with no established church, no ecclesiastical hierarchy, no requirements as to what day to worship, what time to worship, what frequency of worship. Hinduism is a civilization, not a dogma. And there is no such thing as a Hindu heresy. It's odd to hear people speak of Hindu fundamentalism, because Hinduism is uniquely a religion without fundamentals. So how can such a religion be used to divide Indians? It exemplifies as much our diversity as it does our common cultural heritage. So Indian nationalism is a nationalism of an idea. And the idea is very simple. The idea is that you can be many things and one thing. That you can be a good Muslim, a good Keralite, and a good Indian all
fathers wrote a constitution for this idea. We have given passports to their ideals. So, to me, India has an extraordinary quality, which is also the quality that we have and cherish here in Kerala. And that is the Keralite idea, the Indian idea, that a nation may endure differences of caste, creed, color, culture, cuisine, costume and custom, and still rally around a democratic consensus. And that consensus is on the simple principle that in a democracy you don't really need to agree, except on the ground rules of how you will disagree. The reason that India has survived so many stresses and strains that have beset it for 50 years, and that led so many, as Kamala Das is reminding us, so many from the outside have said so many things about India, and so many in the 50s and 60s predicted the imminent disintegration of India. What they missed was that India had managed to achieve this consensus on this Indian idea, a consensus on how to manage without consensus. So when I hear in America, for example, where I happen to be posted now, peaceful transformation, who could have imagined for 3,000 years that Kerala would today be able to see in David, a former untouchable as they were called, sitting in Rashtrapati Bhavan as the president quotes a few lines from my great Indian novel about the fact that each of us Indians has in his head and his heart his own picture of India. I too have a series of images in my mind. When I think of India, I think of steaming breakfast idlis and pungent coconut chutney. I think of lissome women in saris the colors of paradise.